മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. സർവ്വസന്നാഹങ്ങളുടെയും സുഖമായി ജീവിക്കാൻ തിരുവനന്തപുരത്ത് ഒരു വാടക വീടെടുത്ത് താമസിക്കുന്നു. ആ വാടക വീട്ടിലേക്ക് CRPF ഉദ്യോഗസ്ഥരുടെ കാവലിൽ 4 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തുകയാണ്. അവരെത്തി ഏറെ വൈകാതെ മാധ്യമപ്രവർത്തകർ സ്ഥലത്തെത്തി. വെളുപ്പിനെ തന്നെ ചാനലുകളിൽ വാർത്ത വന്നു. കേരളം ഇളകി മറിഞ്ഞു. അതേസമയം തന്നെ കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ റെയ്ഡ് നടക്കുന്നു എന്ന വാർത്തയും പിന്നാലെ വന്നു. കണ്ണൂരിലെ പാർട്ടി സഖാക്കൾ പിണറായി ഇല്ലാത്ത പിണറായിയുടെ വീടിന് ചുറ്റും തടിച്ചുകൂടി. എന്നിട്ടും തിരുവനന്തപുരത്ത് പ്രതിഷേധിക്കാൻ ആളെ കിട്ടുന്നില്ല. CPM നേതാക്കൾ ഏറെ കഷ്ടപ്പെട്ടാണ് ഏതാണ്ട് ഉച്ചയോടുകൂടി അവിടെ ഗുണ്ടാ സംഘത്തെ എത്തിക്കുന്നത്. കേട്ടറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. കേരളം മുഴുവൻ പ്രതിഷേധം വ്യാപിക്കുന്നു. ഇവിടെ ഇഡിക്കെതിരെ മുദ്രാവാക്യം മുഴങ്ങുന്നു. സ്വാഭാവികമായും സംഘർഷം ഉണ്ടാകും എന്ന നിഗമനത്തിലെത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അത്തരമൊരു നിഗമനം ആരും നടത്തിയില്ല. മ്യൂസിയം SHO പ്രശാന്തിന്റെ നേതൃത്വത്തിൽ കുറെ പോലീസുകാർ അവിടെ വന്നു നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ വടക്കേ ഇന്ത്യക്കാരായ 2 DCPമാർ, മലയാളം അറിയത്തില്ല, പിള്ളാരാണ്, ചൈത്ര തെരേസ ജോണിനെ പോലെ 3 വർഷത്തിൽ താഴെ പരിചയമുള്ള DCPമാർ, അവർ ഇവിടെ വന്ന് പരിചയ സമ്പന്നൻ എന്ന നിലയിൽ SHO പ്രശാന്തിനോടാണ് ഉപദേശം തേടിയത്. പ്രശാന്ത് അവരോട് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, എല്ലാം ഞാൻ സംസാരിച്ച് ഒതുക്കിയിട്ടുണ്ട്, ഞാൻ പറയുന്നത് പോലെ ഇവർ കേൾക്കും. പ്രശാന്ത് അവിടെ കയ്യും കെട്ടി നിന്നു. 2 വടക്കേ ഇന്ത്യക്കാരെ DCPമാർ തിരിഞ്ഞു നിന്ന് കുശലം പറഞ്ഞു. ഏതാണ്ട് 2:30-3 മണിയായപ്പോഴേക്കും റെയ്ഡ് പൂർത്തിയാക്കി ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയാണ്. സാധാരണഗതിക്ക് പോലീസുകാർ ചെയ്യേണ്ടത് അവർക്ക് സുരക്ഷ ഒരുക്കി കൊടുക്കണം, അവരുടെ പരിസരത്ത് ആരും വരരുത്, അവരുടെ വാഹന വ്യൂഹത്തെ തടസ്സമില്ലാതെ പോകാൻ അവസരം ഒരുക്കി കൊടുക്കണം. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്തില്ല. CPM നേതാക്കളോട് കുശലം പറഞ്ഞുകൊണ്ട് പ്രശാന്ത് അവിടെ തന്നെ നിന്നു. EDയുടെ വാഹനങ്ങൾ തല്ലി തകർക്കപ്പെട്ടു. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടു. ആക്രമിക്കുന്നവർ തടയാനോ അറ്റകൈ പ്രയോഗം നടത്താനോ ഒന്നും പോലീസ് ശ്രമിച്ചില്ല. കുറ്റം പറയേണ്ടത് ആരെയാണ്? ഇതിന്റെ ഉത്തരവാദിത്വമുള്ള സർക്കാരിനെ, ആഭ്യന്തരമന്ത്രിയെ, മുഖ്യമന്ത്രിയെ. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ്. എന്തിനാണ് ആഭ്യന്തരമന്ത്രി ഇന്റലിജൻസ് റിപ്പോർട്ട്? പോലീസ് ആസ്ഥാനത്ത് ഒരു TV വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് അവർക്കറിയാമായിരുന്നു. ഇത്രയും വലിയ സംഘർഷം നടക്കുമ്പോൾ അവിടെ 2 DCPമാരെ മാത്രമായിരുന്നില്ല വിടേണ്ടത്. സിറ്റി പോലീസ് കമ്മീഷണറും IG-യും DIG-യും ഒക്കെ അവിടെ പോകണമായിരുന്നു. വേണ്ടി വന്നാൽ ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP അവിടെ പോകണമായിരുന്നു. ED ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ സുരക്ഷയും ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു. അവർ ചോദിച്ചില്ലെങ്കിലും ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഖേദകരമാണ്. എന്തൊരു ഇന്റലിജൻസ് സംവിധാനമാണ് നിങ്ങൾക്കുള്ളത്? രാവിലെ മുതൽ ജനക്കൂട്ടം അവിടെ എത്തി തുടങ്ങുന്നു. ഉച്ചയാവുമ്പോൾ സംഘർഷാന്തരീക്ഷമാണെന്ന് അവിടെ കൂടി നിന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും അറിയാമായിരുന്നു. എന്നിട്ടും ഇന്റലിജൻസുകാർക്ക് അറിയില്ലെങ്കിൽ ആ ഇന്റലിജൻസിനെ പിരിച്ചുവിടുന്നതല്ലേ നല്ലത്?